ആക്ടിവിറ്റി നോക്കാം. ദ കെയറിങ് ക്രോ. കെയറിങ് എന്ന് പറഞ്ഞാൽ കരുതൽ, കരുതലുള്ള കാക്ക. ആ പിക്ചർ നോക്കിയാലോ. ഇവിടെ റോക്കി 2 കാലിൽ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. അതുപോലെ കാക്ക മുകളിൽ നിന്ന് റോക്കിയെ നോക്കിക്കൊണ്ട് പറക്കുന്നുണ്ട്. നമുക്ക് പാടൊന്ന് വായിച്ചു നോക്കാം. The squirrel disappeared among the leaves. The cat looked down. He saw Rocky trying to climb up the tree. The cat jumped down and escaped. The crow saw it. Her nest was on that tree. Her chicks were in it. She was afraid. She started circling around Rocky. Rocky stood up on his hind legs. ഇനി നമുക്ക് അർത്ഥം നോക്കാം. ദ കെയറിങ് ക്രോ. കെയറിങ് എന്ന് പറഞ്ഞാൽ കരുതലുള്ള അല്ലെങ്കിൽ സംരക്ഷിക്കുന്ന എന്നൊക്കെയാണ്. നിങ്ങളുടെ അമ്മയും അച്ഛനുമൊക്കെ നിങ്ങളെ സംരക്ഷിക്കുന്നത് പോലെ അല്ലെങ്കിൽ നിങ്ങളോടുള്ള കരുതൽ പോലെ അതിനാണ് കെയറിങ് എന്ന് പറയുന്നത്. The squirrel disappeared among the leaves. ആ സ്ക്യുരൽ, ഒരു അണ്ണാരക്കണ്ണൻ, ഡിസപ്പിയേർഡ് എമംഗ് ദ ലീവ്സ്. ഡിസപ്പിയേർഡ് എന്ന് പറഞ്ഞാൽ അപ്രത്യക്ഷമായി. എവിടെയാണ് അപ്രത്യക്ഷമായത്? ലീവ്സിൻ്റെ ഇടയിൽ. ദ കാറ്റ് ലുക്ക് ഡൗൺ. ആ കാറ്റ് അപ്പോൾ താഴത്തേക്ക് നോക്കി. ഹീ സോ റോക്കി ട്രൈയിങ് ടു ക്ലൈംബ് അപ്പ് ദ ട്രീ. നോക്കിയപ്പോഴാണ് കണ്ടത് റോക്കി നമ്മുടെ പപ്പി മുകളിലേക്ക് കയറാൻ ശ്രമിക്കുകയായിരുന്നു. ദ കാറ്റ് ജംപ് ഡൗൺ ആൻഡ് എസ്കേപ്ഡ്. അപ്പോൾ തന്നെ നമ്മുടെ കാറ്റ് താഴത്തേക്ക് ചാടി, എന്നിട്ട് രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടു. ദ ക്രോ സോ ഇറ്റ്. കാക്ക അതെല്ലാം കാണുന്നുണ്ടായിരുന്നു. ഹെർ നെസ്റ്റ് വാസ് ഓൺ ദാറ്റ് ട്രീ. കാക്കയുടെ കൂട് ആ മരത്തിൻ്റെ മുകളിലാണ് ഉണ്ടായിരുന്നത്. ഹെർ ചിക്സ് വേർ ഇൻ ഇറ്റ്. കാക്കയുടെ കുട്ടികളെല്ലാം കാക്കയുടെ കുട്ടികളെല്ലാം അതിൻ്റെ മുകളിലാണ് ഉണ്ടായിരുന്നത്. ഷീ വാസ് അഫ്രൈഡ്. അവൾ പേടിച്ചിരുന്നു. ഷീ സ്റ്റാർട്ടഡ് സർക്ലിംഗ് അറൗണ്ട് റോക്കി. അവൾ റോക്കിയുടെ ചുറ്റും പറക്കാൻ തുടങ്ങി. റോക്കി സ്റ്റുഡ് അപ്പ് ഓൺ ഹിസ് ഹിൻഡ് ലെഗ്സ്. റോക്കി അവൻ്റെ പുറങ്കാലിൽ എഴുന്നേറ്റ് നിന്നു. ഇവിടെ റോക്കി എന്തോ പറയുന്നുണ്ട്. എന്തായിരിക്കും റോക്കി കാക്കയോട് പറയുന്നുണ്ടാവുക? റോക്കി ചിലപ്പോൾ പറയുന്നുണ്ടാവും അല്ലേ, ഗോ എവേ ഓർ എൽസ് ഐ വിൽ ക്യാച്ച് യു. വേഗം പൊക്കോ, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ പിടിക്കും. നമുക്കിനി ആക്ടിവിറ്റി നമ്പർ 2 ഒന്ന് നോക്കാം. ഇവിടെ ഒരു കാക്ക ഇരിക്കുന്നുണ്ട്. കാക്ക എന്തോ ആലോചിക്കുന്നുണ്ടല്ലോ. The crow saw Rocky trying to climb up the tree. കാക്ക ആ റോക്കി മരം കയറാൻ നോക്കുന്നത് കാണുന്നുണ്ടായിരുന്നു. Her nest was on that tree. കാക്കയുടെ കൂട് അതിൻ്റെ മുകളിലാണ് ഉണ്ടായിരുന്നത്. What would be her thoughts? എന്തായിരിക്കും കാക്ക ഇപ്പോൾ ആലോചിക്കുന്നുണ്ടാവുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. കാക്കയുടെ കൂടെ അതിൻ്റെ മുകളിലുണ്ട്, റോക്കി കയറാൻ ശ്രമിക്കുന്നുണ്ട്. എന്തൊക്കെയായിരിക്കും ഇപ്പോൾ കാക്ക ആലോചിക്കുന്നുണ്ടാവുക? വേഗം പറഞ്ഞേ. ഹോ മൈ ഗോഡ്. ഇതൊരു എക്സാമ്പിൾ മാത്രമാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് എഴുതാം. ഹോ മൈ ഗോഡ്, ദാറ്റ് ഡോഗ് ഈസ് ക്ലൈംബിംഗ് അപ്പ് ദ ട്രീ. മൈ നെസ്റ്റ് ഈസ് ഓൺ ദാറ്റ് ട്രീ. മൈ ചിക്സ് ആർ ഇൻ ദ നെസ്റ്റ്. വിൽ ഹി ക്യാച്ച് മൈ ചിക്സ്? ഹോ ഗോഡ്, പ്ലീസ് ഹെൽപ്പ് മീ. ഹോ മൈ ഗോഡ്, എൻ്റെ ദൈവമേ, ദ ഡോഗ് ഈസ് ക്ലൈംബിംഗ് അപ്പ് ദ ട്രീ. ആ പട്ടി ഇതാ മരം കയറാൻ നോക്കുന്നു. മൈ നെസ്റ്റ് ഈസ് ഓൺ ദാറ്റ് ട്രീ. എൻ്റെ കൂടും ആ മരത്തിൻ്റെ മുകളിലാണല്ലോ. മൈ ചിക്സ് ആർ ഇൻ ദ നെസ്റ്റ്. എൻ്റെ കുട്ടികളെല്ലാം ആ കൂട്ടിനകത്തുമുണ്ട്. വിൽ ഹി ക്യാച്ച് മൈ ചിക്സ്? അവൻ എൻ്റെ കുട്ടികളെ പിടിക്കുമോ? ഹോ ഗോഡ്, പ്ലീസ് ഹെൽപ്പ് മീ. ദൈവമേ, എന്നെ ഒന്ന് സഹായിക്കണേ. ഇങ്ങനെ ആയിരിക്കില്ലേ പറയുന്നുണ്ടാവുക. ഇനി നമുക്ക് ആക്ടിവിറ്റി നമ്പർ 7 നോക്കാം. ഒന്ന് വായിച്ചു നോക്കിയാലോ. ഹിയർ ആർ ദ പിക്ചേഴ്സ് ഓഫ് സം ആനിമൽസ് ആൻഡ് ദെയർ യങ് വൺസ്. ഐഡൻറ്റിഫൈ ദം ആൻഡ് റൈറ്റ് ദ മിസ്സിംഗ്
വേർഡ്സ് ഇൻ ദ സ്പേസ് ഗിവൺ. 1 ഈസ് ഡൺ ഫോർ യു. ഇവിടെ കുറച്ച് മൃഗങ്ങളെയും അതിൻ്റെ കുഞ്ഞുങ്ങളുടെയും ഫോട്ടോ കാണാം. ഇതിൽ ചിലതിൽ മൃഗങ്ങളുടെ പേരാണ് എഴുതാണ്ട് ഡാഷ് ഇട്ടിട്ടുണ്ടാവുക. അതുപോലെ ചിലതിൽ കുട്ടികളുടെ പേരായിരിക്കും എഴുതേണ്ടി വരിക. ഇവിടെ ഒരു പശു ഉണ്ട്, അതിൻ്റെ കുട്ടിയുമുണ്ട്. പശുവിന് കൗ എന്ന് പറയും, പശുക്കുട്ടിക്ക് കാഫ് എന്നും. അതുപോലെ ഇവിടെ ഒരു പട്ടിയുടെയും പട്ടിക്കുട്ടിയുടെയും ഫോട്ടോ ഉണ്ട്. പട്ടിയുടെ പേരാണ് നമ്മൾ എഴുതേണ്ടത്. പട്ടിയുടെ പേരല്ല, പട്ടിക്ക് എന്താണ് പറയാമെന്നാണ് നമ്മൾ എഴുതേണ്ടത്. അതുപോലെ ക്യാറ്റ് ഉണ്ട്, ക്യാറ്റിൻ്റെ കുട്ടിയുടെ പേര് നമ്മൾ എഴുതണം. ഇവിടെ ഒരു ആടുണ്ട്, ആട്ടിൻകുട്ടിയുടെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്, കിഡ്. ആടിൻ്റെ പേരാണ് നമ്മൾ എഴുതേണ്ടത്. ഇവിടെ ഒരു പക്ഷിയുണ്ട്, പക്ഷിയുടെ കുട്ടിയുണ്ട്. പക്ഷിയുടെ കുട്ടിക്ക് ചിക്ക് എന്നാണ് പറയുക. പക്ഷിക്ക് എന്താ പറയുന്നതെന്ന് എഴുതിക്കോളൂ. അതുപോലെ ഔലറ്റ്, മൂങ്ങയുടെ കുട്ടിക്ക് ഔലറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ മൂങ്ങയ്ക്ക് എന്താ പറയാമെന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. വേഗം എഴുതി നോക്കിയേ. കൗ, കാഫ്, അതവിടെ കൊടുത്തിട്ടുണ്ട്. പപ്പി എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വലുതിനെന്താ പറയുക? ഡോഗ്, ഡോഗ്, പപ്പി. ക്യാറ്റ്, കിറ്റൺ. ഗോട്ട്, കിഡ്. ബേർഡ്, ചിക്ക്. ഔൾ, ഔലറ്റ്. ഇത് പരീക്ഷയ്ക്ക് എന്തായാലും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് നന്നായി പഠിച്ചു വരിക.